Focus area of +1 chemistry chapter 7 equilibrium. Chapter 7 equilibrium. First question, law of chemical equilibrium. ഒന്നാമത്തെ ഫോക്കസ് ഏരിയയിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം. കെമിക്കൽ equilibrium. Okay, consider a chemical reaction. A plus B gives C plus D. Okay, then rate of forward reaction RF equal to a constant Kf into concentration of A raised to A into concentration of B raised to B. Rate of backward reaction RB equal to a constant Kb into concentration of C raised to C into concentration of D raised to D. At equilibrium, rate of forward reaction is equal to rate of backward reaction. Therefore, RFന് പകരം നമുക്ക് Kf into A raised to A into B raised to B equal to RBക്ക് പകരം Kb into concentration of C raised to C into concentration of D raised to D. ഇനി Kf by Kb എഴുതുക. Kf by Kb equal to concentration of C raised to C into concentration of D raised to D by concentration of A raised to A into concentration of B raised to B. This Kf by Kb is called equilibrium constant with respect to concentration Kc. Kf by Kbക്ക് പകരം Kc എന്ന് എഴുതാം. Kc equal to concentration of C raised to C into concentration of D raised to D by concentration of A raised to A into concentration of B raised to B. This statement is called law of chemical equilibrium. This statement is called law of chemical equilibrium. ഇവിടെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിന് ഒരു ഡെഫിനിഷൻ വേണമെങ്കിൽ പറയാം. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് വിത്ത് റെസ്പെക്റ്റ് ടു കോൺസെൻട്രേഷൻ is equal to the ratio of the product of the concentration of products to the product of the concentration of reactants, where reactants and products are raised to the powers of their number of moles. Equilibrium constant with respect to concentration is equal to the ratio of product of concentration of products to the product of concentration of reactants, where reactants and products are raised to the powers of their number of moles. ഇതാണ് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം. ഓർ Kc ഈക്വൽ ടു, ഈ സ്ക്വയർ ബ്രാക്കറ്റിന് പകരം ക്യാപിറ്റൽ സി വേണമെങ്കിൽ എഴുതാം. സി റൈസ് ടു സി. ഇവിടെയും സ്ക്വയർ ബ്രാക്കറ്റിന് പകരം ക്യാപിറ്റൽ സി. ഡി റൈസ് ടു ഡി ബൈ സി എ റൈസ് ടു എ സി ബി റൈസ് ടു ബി. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓൾസോ കോൾഡ് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Arrhenius concept of acids and bases. Second question, Arrhenius concept of acids and bases. Arrhenius concept of acids and bases. Arrhenius concept അനുസരിച്ച് ആസിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്റ്റൻസസ് വിച്ച് ഗീവ് H+ അയോൺ വെൻ ഡിസോൾഡ് ഇൻ വാട്ടർ. വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ H+ അയോണിനെ തരുന്ന സബ്സ്റ്റൻസുകളെ ആസിഡുകൾ എന്ന് പറയുന്നു. എക്സാമ്പിൾ HCl, H2SO4, HNO3, ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്. ഇനി വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ OH- അയോണിനെ തരുന്ന സബ്സ്റ്റൻസുകളെ ബേസുകൾ എന്ന് പറയുന്നു. സബ്സ്റ്റൻസസ് വിച്ച് ഗീവ് OH- അയോൺ വെൻ ഡിസോൾഡ് ഇൻ വാട്ടർ ആർ കോൾഡ് ബേസസ്. എക്സാമ്പിൾ സോഡിയം ഹൈഡ്രോക്സൈഡ്, then potassium hydroxide, അമോണിയം ഹൈഡ്രോക്സൈഡ് എക്സെട്ര. വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ OH- അയോണിനെ തരുന്ന വസ്തുക്കളെ ബേസുകൾ എന്ന് പറയുന്നു. ഇതാണ് അറീനിയസ് കൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ലൗറി ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. ലൗറി ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റ് അനുസരിച്ച് ആസിഡ്സ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ ഡോണേഴ്സ്. Acids are proton donors. Acids are proton donors. Bases are proton acceptors. പ്രോട്ടോണിനെ നൽകുന്ന വസ്തുക്കളെ ആസിഡുകൾ എന്നും പ്രോട്ടോണിനെ
പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്യുന്ന വസ്തുക്കളെ ബേസുകളെന്നും പറയുന്നു. ആസിഡ്സ് ആർ പ്രോട്ടോൺ ഡോണേഴ്സ് ആൻഡ് ബേസസ് ആർ പ്രോട്ടോൺ അക്സെപ്റ്റേഴ്സ്. ആസിഡ്സ് ആർ പ്രോട്ടോൺ ഡോണേഴ്സ് ആൻഡ് bases are proton acceptors. Okay, then example, consider HCl plus H2O. HClഉം H2Oയും തമ്മിലുള്ള റിയാക്ഷനിൽ ഈ HCl H പ്ലസ് അയോണിനെ വാട്ടറിന് നൽകും. വാട്ടർ H2O H പ്ലസ് അയോണിനെ വാങ്ങുമ്പോൾ H3O പ്ലസ് ആയി മാറും. ബാക്കി ഇവിടെ Cl മൈനസ്. അപ്പോൾ ഇവിടെ പ്രോട്ടോണിന് H പ്ലസ് അയോണിന് നൽകിയത് HCl ആസിഡായിട്ട് ആക്ട് ചെയ്യുന്നു. വാട്ടർ H+നെ വാങ്ങി, H+നെ വാങ്ങുമ്പോൾ അത് ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഓക്കെ, ഈ HCl H+നെ വിട്ടുകൊടുത്തതിന് ശേഷം Cl ആയി. ഈ ആസിഡ് HCl ആസിഡാണ്. ആസിഡിൽ നിന്നും ഉണ്ടായ ഈ സബ്സ്റ്റൻസിനെ കോൺജുഗേറ്റ് ബേസ് എന്ന് പറയുന്നു. കോൺജുഗേറ്റ് ബേസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ആൻ ആസിഡ്. ഒരു ആസിഡിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്ത ബേസിനെ വിളിക്കുന്ന പേരാണ് കോൺജുഗേറ്റ് ബേസ്. ഇനി ഈ ബേസായ വാട്ടർ H+നെ വാങ്ങിയതിന് ശേഷം H3O+ ആയി മാറുന്നു. ബേസിൽ നിന്നും ഉണ്ടായ ഈ വാട്ടർ ബേസ് ആയ വാട്ടറിൽ നിന്നും ഉണ്ടായ H3O+നെ കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറയുന്നു. കോൺജുഗേറ്റ് ആസിഡ്. ഓക്കെ, അപ്പോൾ ആസിഡ് പ്രൊഡ്യൂസ്ഡ് ഫ്രം എ ബേസ് ഈസ് കോൾഡ് കോൺജുഗേറ്റ് ആസിഡ്. ബേസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ആൻ ആസിഡ് ഈസ് കോൾഡ് കോൺജുഗേറ്റ് ബേസ്. ആസിഡിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്ത ബേസ് കോൺജുഗേറ്റ് ബേസ്, ബേസിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്ത ആസിഡ് കോൺജുഗേറ്റ് ആസിഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലുവിസ് കൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. ലുവിസ് കൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. ലുവിസ് കൺസെപ്റ്റ് അനുസരിച്ച് ആസിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്റ്റൻസസ് വിച്ച് ക്യാൻ അക്സെപ്റ്റ് എ പെയർ ഓഫ് ഇലക്ട്രോൺ. ഒരു പെയർ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്ന വസ്തുക്കളെ, സ്വീകരിക്കുന്ന വസ്തുക്കളെ ആസിഡ്സ് എന്ന് പറയുന്നു. ലുവിസ് ആസിഡ്സ് എന്ന് പറയുന്നു. ഓക്കെ, അതിന് എക്സാമ്പിൾ ബോറോൺ ട്രൈഫ്ലൂറൈഡ്, H+ അയോൺ, Ag+ അയോൺ എക്സെട്ര. ഇനി ഒരു പെയർ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് ലുവിസ് ബേസ് എന്ന് പറയുന്നത്. സബ്സ്റ്റൻസസ് വിച്ച് ക്യാൻ ഡൊണേറ്റ് എ പെയർ ഓഫ് ഇലക്ട്രോൺസ്. ഒരു പെയർ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്ന വസ്തുക്കളെ ലുവിസ് ബേസുകൾ എന്ന് പറയുന്നു. ഓക്കെ, ലുവിസ് ബേസിന് എക്സാമ്പിൾ NH3, H2O, Cl- അയോൺ എക്സെട്ര. ഇതൊക്കെ ലുവിസ് ബേസുകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ ഓർ അയണൈസേഷൻ കോൺസ്റ്റൻറ്റ്. അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ, അതിന് നമ്മൾ KW എന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. രണ്ട് വാട്ടർ മോളിക്യൂൾ എടുക്കുക, H2O പ്ലസ് H2O. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ഒരു H2O H+ഉം OH- മാറിയതിന് ശേഷം H+നെ ഈ H2Oയ്ക്ക് കൊടുക്കും. H2O H+നെ വാങ്ങുമ്പോൾ H3O+ ആയി മാറും. ബാക്കി ഇവിടെ OH- ഉണ്ട്. K = കോൺസെൻട്രേഷൻ ഓഫ് H3O+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH- ഡിവൈഡഡ് ബൈ concentration of H2O into concentration of H2O, concentration of H2O square എന്ന് എഴുതാം. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ കോൺസെൻട്രേഷൻ, ദാറ്റ് ഈസ് K ഇൻറ്റു ഈ H2O സ്ക്വയർ ലെഫ്റ്റ് ഹാൻഡ് സൈഡിന് വന്നു കഴിഞ്ഞാൽ H2O സ്ക്വയർ ഈക്വൽ ടു ബാക്കി റൈറ്റ് ഹാൻഡ് സൈഡിന് H3O+ ഇൻറ്റു OH-. K ഇൻറ്റു H2O സ്ക്വയറിന് പകരം K ഇൻറ്റു H2O സ്ക്വയറിന് പകരം നമുക്ക് KW എന്നെഴുതാം. KW ഈക്വൽ ടു H3O+ ഇൻറ്റു OH-. ഇതാണ് അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ. Ionic product of water is defined as the product of the concentration of H3O+ ion and OH- ion. Kw is the ionic product of water is the product of concentration of H3O+ ion and OH- ion. Kw equal to H3O+ in the value 10⁻⁻⁷ into OH- in the value 10⁻⁻⁷. That is Kw equal to 10⁻⁻⁷ into 10⁻⁻⁷, that is 10⁻⁻14. ഈ വാല്യൂ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ ചേഞ്ചസ് വിത്ത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഓർ ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ, ദറ്റ് ഈസ് ദി അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, pH value.
pH value. pH is defined as negative log H plus ion concentration. pH equal to negative log H plus concentration 10 raised to minus 7. pH equal to this minus log 10 raised to minus 7 is minus 7 into log 10. That is pH equal to minus of minus 7 plus 7 into log 10 is 1. pH equal to 7. If pH is 7, solution is neutral. If pH less than 7, solution is acidic. If pH greater than 7, solution is basic. That is pH. നെഗറ്റീവ് ലോഗ് എച്ച് പ്ലസ് അയോൺ കോൺസെൻട്രേഷനെ വിളിക്കുന്ന പേരാണ് പി എച്ച്. പി എച്ച് 7 ആയി കഴിഞ്ഞാൽ സൊല്യൂഷൻ ന്യൂട്രൽ ആയിരിക്കും. പി എച്ച് 7 കുറവായി കഴിഞ്ഞാൽ സൊല്യൂഷൻ അസിഡിക് ആയിരിക്കും. പി എച്ച് 7 കൂടുതലായി കഴിഞ്ഞാൽ സൊല്യൂഷൻ ബേസിക് ആയിരിക്കും. ഓക്കെ, ദെൻ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുള്ള അടുത്ത ക്വസ്റ്റ്യൻ ബഫർ സൊല്യൂഷൻ. ബഫർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ വളരെ കുറഞ്ഞ ആസിഡോ ആൽക്കലിയോ ചേർക്കുമ്പോൾ ഒരു സൊല്യൂഷൻ്റെ പി എച്ചിൽ വ്യത്യാസം ഒന്നും ഉണ്ടാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് ബഫർ സൊല്യൂഷൻ. എ സൊല്യൂഷൻ വിച്ച് റെസിസ്റ്റ് എനി ചേഞ്ച് ഇൻ ഇറ്റ്സ് പി എച്ച്. എ സൊല്യൂഷൻ വിച്ച് റെസിസ്റ്റ് എനി ചേഞ്ച് ഇൻ ഇറ്റ്സ് പി എച്ച് by the addition of small amount of weak acid or weak base. By the addition of small amount of weak acid or weak base. Weak acid or weak base. അത്തരം സൊല്യൂഷനുകളെയാണ് ബഫർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. എ സൊല്യൂഷൻ വിച്ച് റെസിസ്റ്റ് എനി ചേഞ്ച് ഇൻ ഇറ്റ്സ് പി എച്ച് by the addition of small amount of weak acid or weak base. It is called buffer solution. Buffer solutions are two types. Buffer solution, two types. First one acidic buffer. Okay, acidic buffer. Buffer solution രണ്ട് തരമുണ്ട്. ഒന്നാമത്തെ ബഫറിനെ വിളിക്കുന്ന പേര് അസിഡിക് ബഫർ. അസിഡിക് ബഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്യുമോളാർ മിക്സ്ചർ ഓഫ് weak acid, equimolar mixture of weak acid, mixture of weak acid എന്ന് ഞാൻ എന്താ ഇങ്ങനെ എഴുതി, and its salt with strong base. മൊളാരിറ്റി തുല്യമായ മിക്സർ, അതാണ് ഇക്യുമോളാർ മിക്സർ. മൊളാരിറ്റി തുല്യമായൊരു മിക്സറാണ്. അതിലെന്തൊക്കെ കാണും എന്നറിയാമോ? ഒരു വീക്ക് ആസിഡ് കാണും. വീക്ക് ആസിഡും ആ ആസിഡിൻ്റെ സോൾട്ട് വിത്ത് സ്ട്രോങ് ബേസിലുള്ള സോൾട്ടും കാണും. ഉദാഹരണം, ഒരു വീക്ക് ആസിഡ് CH3COOH അസറ്റിക് ആസിഡ്, ആൻഡ് ഇറ്റ്സ് സോൾട്ട് വിത്ത് സ്ട്രോങ് ബേസ് CH3COONA. ഇത് അസിഡിക് ബഫറിന് എക്സാമ്പിളാണ്. അസറ്റിക് ആസിഡ് ആൻഡ് സോഡിയം അസറ്റേറ്റ്. ഇക്യുമോളാർ മിക്സ്ചർ ഓഫ് വീക്ക് ആസിഡ് ആൻഡ് ഇറ്റ്സ് സോൾട്ട് വിത്ത് സ്ട്രോങ് ബേസ്. ഇതാണ് അസിഡിക് ബഫർ. രണ്ടാമത്തെ ബഫർ ബേസിക് ബഫർ. ബേസിക് ബഫർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഇക്യുമോളാർ മിക്സ്ചർ ഓഫ് വീക്ക് ബേസ്. ബേസിക് ബഫർ ആകുമ്പോൾ വീക്ക് ബേസ് ആൻഡ് ഇറ്റ്സ് സോൾട്ട് വിത്ത് സ്ട്രോങ് ആസിഡ്. ഒരു വീക്ക് ബേസ് എടുക്കുന്നു, NH4OH, ആൻഡ് ഇറ്റ്സ് സോൾട്ട് വിത്ത് സ്ട്രോങ് ബേസ് വരുമ്പോൾ NH4Cl എടുക്കുന്നു. അമോണിയം ഹൈഡ്രോക്സൈഡ്, അമോണിയം ക്ലോറൈഡും ദിസ് ബേസിക് ബഫറിന് എക്സാമ്പിൾസ് ആണ്. ഇക്യുമോളാർ മിക്സ്ചർ ഓഫ് വീക്ക് ബേസ് ആൻഡ് ഇറ്റ്സ് സോൾട്ട് വിത്ത് സ്ട്രോങ് ആസിഡ്. ഓക്കെ, ദാറ്റ് ഈസ് ബേസിക് ബഫർ. അമോണിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് അമോണിയം ക്ലോറൈഡ്. അപ്പോൾ അമോണിയം ഹൈഡ്രോക്സൈഡിൻ്റെ അമോണിയം ക്ലോറൈഡിൻ്റെയും മിക്സർ വീക്ക് ബേസ് ആൻഡ് ഇറ്റ്സ് സോൾട്ട് വിത്ത് സ്ട്രോങ് ആസിഡ് ആണ്. ദാറ്റ് ഈസ് ബേസിക് ബഫറാണ്. അപ്പോൾ മൊളാരിറ്റി തുല്യമായ ഒരു മിക്സർ, ആ മിക്സറിൽ വീക്ക് ബേസും ആ വീക്ക് ബേസിൻ്റെ സോൾട്ട് വിത്ത് സ്ട്രോങ് ആസിഡും ഉണ്ടെങ്കിൽ അത് ബേസിക് ബഫറിന് എക്സാമ്പിളാണ്. ഓക്കെ, ഇനി ഒരു ബഫറിന് അതിൻ്റെ പി എച്ചിൽ വ്യത്യാസം വരുത്താതിരിക്കാനുള്ള കഴിവുണ്ട്. ദാറ്റ് എബിലിറ്റി ഈസ് കോൾഡ് ബഫർ കപ്പാസിറ്റി. ആ എബിലിറ്റിയെ വിളിക്കുന്ന പേരാണ് ബഫർ കപ്പാസിറ്റി. എബിലിറ്റി ഓഫ് ദ ബഫർ ടു റെസിസ്റ്റ് എനി ചേഞ്ച് ഇൻ ഇറ്റ്സ് പി എച്ച്. ഒരു ബഫറിന്
അതിൻ്റെ പി എച്ചിൽ വ്യത്യാസം വരുത്താതിരിക്കാനുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണ് ബഫർ കപ്പാസിറ്റി.